Dear students, today I'm here to teach you the basics of accounting. What is accounting? What is the meaning, features, the objectives, and what are the important terms related to accounting? All these things will be discussed in this session. So I hope all of you will make use of this. So let's move on. Here I got a question. What is this accounting? And what's the need of this accounting? ചിന്തിച്ചിട്ടുണ്ടോ എന്താണത് അല്ലെങ്കിൽ എന്താണ് ഈ അക്കൗണ്ടിംഗ് എന്നുള്ള ഈ പ്രോസസ് ഈ സിസ്റ്റം അതിൻ്റെ ഒരു ആവശ്യം എന്താണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിൻ്റെ ആ നീഡ് അതിൻ്റെ ആവശ്യകത ദാറ്റ് ഷുഡ് ബി നോ. അതറിഞ്ഞാൽ മാത്രമേ അത് പഠിക്കാൻ കഴിയുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് ദ പർപ്പസ് ഓർ വാട്ട് ഈസ് ദ നീഡ് ഓഫ് accounting. So in order to understand the need and purpose of accounting, let's have an example. എക്സാമ്പിളിലൂടെ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ നീഡ് മനസ്സിലാക്കിയെടുക്കാം. സോ ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സ്റ്റാർട്ട് എ ബിസിനസ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം വേണ്ടി വരും? അതിനു മുമ്പ് നമ്മൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും? വി നീഡ് എ ബിസിനസ് ഐഡിയ. സോ വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് വി വിൽ സ്റ്റാർട്ട്? നമുക്കൊരു ബിസിനസ്, ഒരു ഷോപ്പ് എന്താണ് ഏറ്റവും നല്ലത്? ഒരു മൊബൈൽ ഷോപ്പ് ആയിക്കോട്ടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എ മൊബൈൽ ഷോപ്പ്, എ മൊബൈൽ സ്റ്റോർ. നല്ല ബിസിനസ് ഉണ്ടാവുള്ളൂ, കാരണം ഇന്ന് സ്മാർട്ട് ഫോണുകളുടെ കാലമാണ്. അപ്പൊ നമുക്ക് നല്ല സെയിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എ മൊബൈൽ സ്റ്റോർ. ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിങ് എ മൊബൈൽ സ്റ്റോർ? നമുക്കൊരു മൊബൈൽ സ്റ്റോർ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ് അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മൊബൈൽ ഷോപ്പ്, ഒരു ചെറിയ മൊബൈൽ ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനെല്ലാം നമുക്ക് എന്തെല്ലാം സംഭവങ്ങൾ വേണ്ടി വരും? എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടി വരും? ഓഫ് കോഴ്സ് ബിൽഡിംഗ് വേണ്ടേ? യെസ്. ഫർണിച്ചേഴ്സ് വേണ്ടി വരും, സ്റ്റോക്സ് വേണ്ടി വരും. സ്റ്റോക്ക് മീൻസ് നമുക്ക് മൊബൈലിന്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്കത് വിൽക്കാൻ കഴിയുള്ളൂ. മേ ബി കമ്പ്യൂട്ടേഴ്സ് വേണ്ടി വരും, നമ്മൾ മറ്റുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സോ ഇങ്ങനെ ബേസിക് ആയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ 4 സംഭവങ്ങളെങ്കിലും വേണ്ടി വരും. ഇതിൽ കൂടുതൽ വേണ്ടി വരും. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ 4 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആസ് എൻ എക്സാമ്പിൾ. സോ ബിൽഡിംഗ്, ഫർണിച്ചർ, സ്റ്റോക്ക്, കമ്പ്യൂട്ടർ. ഇതൊന്നൊക്കെ നമുക്ക് വെറുതെ കിട്ടും? ഇല്ല. ഒക്കെ ഇതിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതിന് ഏകദേശം എത്രത്തോളം ക്യാഷ് ചെലവാകും? എനി ഐഡിയ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ ബിൽഡിങ്ങിന് ഫോർ എക്സാമ്പിൾ ഒരു 3 lakh rupees, ആൻഡ് ഫർണിച്ചറിന് ഒരു 1,50,000 rupees, ആൻഡ് സ്റ്റോക്ക് ഫോർ 5 lakh rupees സ്റ്റോക്ക്, കമ്പ്യൂട്ടർ 50,000. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കോസ്റ്റ് എസ്റ്റിമേറ്റ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ക്യാഷ് റിക്കവേർഡ് ആയിട്ടുണ്ട്? ടോട്ടൽ ക്യാഷ് റിക്വയർഡ് വിൽ ബിക്കം ആസ് 10 lakh rupees. അപ്പൊ നമുക്ക് ഈ ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 10 lakh rupees ക്യാഷ് വേണം. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ, നമ്മൾ ഈ 10 lakh rupees ക്യാഷ് കണ്ടെത്തി. ആ 10 lakh ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് വാങ്ങി, ഫർണിച്ചർ വാങ്ങി, 1.5 lakh കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. ദെൻ 5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺസ് പർച്ചേസ് ചെയ്തു. we got a computer. അങ്ങനെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയായി. നമുക്കൊരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും റെഡിയായി. വി സ്റ്റാർട്ടഡ് ബിസിനസ് സ്റ്റാർട്ടായി. നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ആയിരിക്കും? സെയിൽസ് ഉണ്ടാവും, ഡെയിലി ഒരുപാട് സെയിൽസ് നടക്കുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ പർച്ചേസ് നടത്തുന്നു. സെയിൽസ് നടക്കുമ്പോൾ സ്റ്റോക്ക് കുറയും. അപ്പൊ നമ്മൾ വീണ്ടും പർച്ചേസസ് നടത്തും. നമുക്ക് എംപ്ലോയീസ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും. അവർക്കുള്ള സാലറീസ് കൊടുക്കുന്നു. നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുന്നു, നമ്മൾ കൺവെയൻസ് ചാർജസ് പേ ചെയ്യുന്നു, ടെലിഫോൺ ബില്ലുകൾ പേ ചെയ്യുന്നു, ഇന്റർനെറ്റ് ചാർജ് പേ ചെയ്യുന്നു, മറ്റെന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് ക്യാഷ് പേയ്മെന്റ്സ്, ക്യാഷ് റെസീപ്റ്റ്, അങ്ങനെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ ബിസിനസ് അങ്ങോട്ട് റണ്ണായി ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു.
സെയിൽസ് നടക്കുന്നുണ്ട്, പർച്ചേസ് നടക്കുന്നുണ്ട്, നമ്മളെ മറ്റുള്ള പേയ്മെന്റ്സുകളും റെസീപ്റ്റ്സുകളും എല്ലാം നടക്കുന്നുണ്ട്. ബിസിനസ് ഈസ് ഗോയിങ് വെരി റഷ്. ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, വാട്ട് ഈസ് ദ ടോട്ടൽ സെയിൽസ്? ഇത്രയും കാലം നടത്തിയ ടോട്ടൽ സെയിൽസ് എത്രയാണ്? വാട്ട് അബൌട്ട് ദ ടോട്ടൽ പർച്ചേസ്? ഈസ് ദർ എനി പ്രോഫിറ്റ്? ബിസിനസ് പ്രോഫിറ്റിലാണോ, നഷ്ടത്തിലാണോ? ഇനി എങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ എത്രത്തോളം നഷ്ടമുണ്ട്? നിലവിൽ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, എത്ര ക്യാഷ് റെക്കോർഡ് ആയിട്ടുണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമോ? നമ്മൾ എന്താണ് ചെയ്തത്? കുറച്ച് 10 ലക്ഷം രൂപ ക്യാഷ് ഇറക്കി, ആ ക്യാഷുമായിട്ട് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, നമ്മൾ ബിസിനസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി ബിസിനസ് നടക്കുന്നു, ക്യാഷ് വരുന്നു പോകുന്നു, ഇതെല്ലാം നടക്കുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ബിസിനസിന്റെ അവസ്ഥ? അപ്പൊ ഇങ്ങനെ വെറുതെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല റിസൾട്ടും കിട്ടുമോ? കിട്ടില്ലേ? കിട്ടുമോ? കിട്ടിയില്ലേ? കിട്ടില്ല. എന്തുകൊണ്ട്? എന്താണ്? വാട്ട്സ് റോങ് വിത്ത് us? എന്തുകൊണ്ട് നമുക്ക് അപ്പോൾ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടില്ല? എനി ഐഡിയ? അതിന്റെ റീസൺ എന്താണ്? വി ഡിഡ്ന്റ് റെക്കോർഡ് എനിത്തിങ്. നമ്മൾ ഒന്നിന്റെയും കണക്ക് സൂക്ഷിച്ചില്ല. നമ്മൾ ക്യാഷ് ഇറക്കി, സാധനങ്ങൾ വാങ്ങി, വിറ്റു, പർച്ചേസ് നടത്തുന്നു, ഡെയിലി ബിസിനസ് അങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. ബട്ട് വി ഡിഡ്ന്റ് റെക്കോർഡ് എനി കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ. ദാറ്റ് വാസ് അവർ ഫോൾട്ട്. ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഒന്നും റെക്കോർഡ് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ വേണ്ടപ്പോൾ നമ്മുടെ റിസൾട്ട്, നമ്മളെ ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് അറിയാൻ കഴിയില്ല, എത്ര സെയിൽസ് ഉണ്ടായെന്ന് അറിയാൻ കഴിയില്ല, എത്ര പർച്ചേസ് ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. We can't get anything if we didn't record anything. That's why we need accounts. That's the purpose of account. In accounting, everything will be recorded, classified, summarized, and will be communicated. നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് വിൽ ബി ഗെറ്റ് റെക്കോർഡഡ്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവും, അതിനെ സമ്മറൈസ് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കിട്ടും. നമുക്ക് അപ്പോൾ എത്ര സെയിൽസ് ഉണ്ട്, എത്ര പർച്ചേസ് ഉണ്ട്, എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, ഇനി ആർക്കൊക്കെ ക്യാഷ് കൊടുക്കാനുണ്ട്, ആരൊക്കെ ക്യാഷ് കിട്ടാനുണ്ട്, എവ്രിതിങ് വിൽ ബി ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. So that's the purpose of account. So without the accounting system, none of the business can exist. ഒന്നും നിലനിൽക്കാൻ കഴിയില്ല. കാരണം കണക്കില്ലാതെ എത്ര കാലം നമ്മൾ നിലനിൽക്കും? സോ ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, മറ്റുള്ള ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട്. ആൻഡ് ബിസിനസിന്റെ കേസസിൽ എസ്പെഷ്യലി അക്കൗണ്ടിങ് ഈസ് നോൺ ആസ് ദി ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ്. Accounting is known as the language of business. So we can say that ഇപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ്, അതിന്റെ ഒരു നീഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആസ് എ മീനിങ് നമുക്ക് അക്കൗണ്ടിങ്ങിനെ എന്ത് പറയാം? അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് to interested persons. That is accounting. ഇവിടെ പറയുന്നതാണ് accounting is a systematic process of recording business transactions, where business transactions are recorded. ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ അതിന്റെ സിമിലാരിറ്റിക്ക് അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ അതിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ മറ്റുള്ള റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ സമ്മറൈസ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടും. ആ കിട്ടുന്ന റിസൾട്ട് ആർക്കൊക്കെയാണോ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്, ആരൊക്കെയാണോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ഇതിന്റെ റിസൾട്ട് വേണ്ടത്, അവർക്കെല്ലാം ആ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, classifying, summarizing and communicating the results to interested parties. ഇതിൽ നിന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസ് കാണാൻ കഴിയും.
recording business transactions, classifying them, and summarizing those classified data and communicating them to the interested persons. That is accounting. So accounting എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടതാണ് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. വളരെ സിസ്റ്റമാറ്റിക്കലി ആണ് നമ്മൾ അക്കൗണ്ടിങ് പ്രാക്ടീസസ് നമ്മൾ ചെയ്യുക. So it's the systematic process of recording business transactions, classifying, summarizing, and communicating the result to interested persons. So there is a definition provided for this accountancy by American Institute of Public Accountants, AICPA. It is the most famous definition for this accounting. According to them, accounting is the art of recording, classifying, and summarizing in a significant manner and in terms of money, transactions, and events which are in part at least of a financial character and interpreting the results thereof. This is the definition for this accounting provided by AICPA in 1961. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിൽ അക്കൗണ്ടിങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും 3 ഡയമെൻഷണൽ ആയിട്ട് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. സി അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യുന്ന ഒരു ആർട്ടാണെന്നാണ് പറയുന്നത്. എന്തിനെയാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്, എന്താണ് ഇവിടെ സമ്മറൈസ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, എക്കണോമിക് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്. ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻസ്, നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ബിസിനസ്സിൽ there will be both monetary as well as non-monetary transaction. രണ്ട് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എന്താണ് മോണിറ്ററി ട്രാൻസാക്ഷൻ? മണി വാല്യൂ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ റുപ്പീസ് 10,000, അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ റുപ്പീസ് 20,000, ഓർ പേയ്മെന്റ് ഓഫ് സാലറി, പേയ്മെന്റ് ഓഫ് റെന്റ്. ഇതൊക്കെ എന്താണ്? മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ്. അതേപോലെ തന്നെ അവിടെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ, അപ്പോയിന്റ്മെന്റ് ഓഫ് എ മാനേജർ. അവിടെ പണപരമായിട്ടൊന്നുമില്ല. മാനേജർക്ക് സാലറി കൊടുക്കുന്നത് പണപരമാണ്, പക്ഷെ മാനേജർ അപ്പോയിന്റ് ചെയ്യുന്നത് ഒന്നുമല്ല. അതല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ മാനേജർ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പണപരമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് എന്തുമാത്രം റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ? ഫൈനാൻഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ മണി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിന്റെ യൂസ്ഫുൾ ഇൻഫർമേഷൻ യൂസേഴ്സ് ആരൊക്കെയാണോ ആ യൂസേഴ്സിന് അത് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കും, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. Then objectives of accounting. Mainly there are 4 objectives for this accounting. The first one, maintenance of records of business transactions. Maintaining records of business transaction. ബിസിനസ്സിലെ എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. ദാറ്റ്സ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ദെൻ ദ സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ബിസിനസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ, ലോസ് ആണോ ഇൻകർ ചെയ്യുന്നത് തിരിച്ചറിയണം, അത് എത്രത്തോളം ഉണ്ടെന്നറിയണം. സോ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഡിപിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. That means ascertainment of financial position. ബിസിനസിന്റെ കറന്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എത്രത്തോളമാണ് ഇതിന്റെ വാല്യൂ ഇപ്പോൾ ഉള്ളത്. ആൻഡ് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. ഡിഫറെന്റ് യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ആരൊക്കെയാണ് ഈ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് യൂസേഴ്സിനെ മെയിൻലി വി ക്യാൻ ഡിവൈഡ് ഇൻ ടു ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസേഴ്സ്, ആ പേരിൽ തന്നെയുണ്ട് ഇന്റേണൽ. ദേ ആർ ഇന്റേണൽ ടു ദ ബിസിനസ്. ആ ബിസിനസിന്റെ ഉള്ളിലുള്ളവരാണ് ഇന്റേണൽ യൂസേഴ്സ്. എക്സാമ്പിൾസ് ആർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, ഫൈനാൻഷ്യൽ ഓഫീസേഴ്സ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, business unit managers, plant managers, etc. All the whole management team.
And second classification, external users. അത് ആ വേർഡ് തന്നെ ഉണ്ട്, external to the entity. ആ ബിസിനസിന്റെ external ആണ് അവർ, പുറത്തുനിന്നുള്ളവരാണ്. They may include the present and potential investors or shareholders, creditors, banks, other financial institutions, tax authorities, governments or other authorities. ബിസിനസിന്റെ പുറത്തുനിന്നുള്ള എല്ലാവരും അതിന്റെ external users ആണ്. ഇവർക്കൊക്കെ പല രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആണ്. മാനേജ്മെന്റിന്, ഇന്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള മാനേജ്മെന്റിന് ഏത് രീതിയിലാണ് യൂസ്ഫുൾ ആവുന്നത്? ദേ നീഡ് ടു ടേക്ക് മാനേജറിയൽ ഡിസിഷൻ. ബിസിനസിന്റെ പെർഫോമൻസിനനുസരിച്ചാണ് അവരുടെ മാനേജറിയൽ ഡിസിഷൻസ് എടുക്കുക. അപ്പൊ പ്രോഫിറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ചേഞ്ചസ് വരുമ്പോൾ ഇവർ വിവിധ ഡിസിഷൻസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് ഈ പ്രോഫിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഇവർ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ദാറ്റ്സ് വൈ ദേ ആർ ദി ഇന്റേണൽ യൂസേഴ്സ്. ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് എങ്ങനെയൊക്കെയാണ്? ഒരു ഇൻവെസ്റ്റർ, ഒരാൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ബൈ ലുക്കിംഗ് ഇൻടു ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ക്രെഡിറ്റേഴ്സ്, അതുപോലെ ബാങ്ക്, മറ്റുള്ള മണി ലെൻഡേഴ്സ്, ഇവരൊക്കെ ബിസിനസ്സിന് ലോണുകൾ കൊടുക്കും. ആ ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ഈ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ആരാണോ മണി ലെൻഡർ, അയാൾക്ക് എന്ത് ഉറപ്പ് വരുത്തണം? ഇയാൾക്ക്, ഈ ബിസിനസ്സിന് അവർക്ക് ക്യാഷ് തിരിച്ചു തരാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സോ ദേ വിൽ ലുക്ക് ഇൻടു ദ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ബുക്കുകൾ അവർ നോക്കും. അപ്പോൾ അവരുടെ പെർഫോമൻസ് വിലയിരുത്തും. അതിന്റെ ബേസിലാണ് ലോൺ കൊടുക്കുക. അതുപോലെ ഗവൺമെന്റ്, ടാക്സ് അതോറിറ്റീസ് പ്രോപ്പർ ആയിട്ടുള്ള ടാക്സ് അടക്കുന്നുണ്ടോ എന്ന് നോക്കും. സോ ദിസ് വേ ദേ ആർ ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. So as an overall, accounting is the systematic process of recording, classifying, summarizing the financial transactions and communicating the results to the users. സോ നമുക്ക് മെല്ലെ മെല്ലെ നമ്മൾ അക്കൗണ്ടിങ് എന്നുള്ള ഏരിയയിലോട്ട് മൂവ് ചെയ്യാണ്. ബുക്ക് കീപ്പിംഗ്. നമ്മൾ എപ്പോഴും പറഞ്ഞത് അക്കൗണ്ടിങ്ങിന്റെ എല്ലാ ഡെഫിനിഷനും സ്റ്റാർട്ട് ചെയ്തത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. സോ ആ റെക്കോർഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആക്ടിവിറ്റി കൺസേൺ വിത്ത് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ് ഫൈനാൻഷ്യൽ ഡാറ്റ റിലേറ്റഡ് ടു ദ ബിസിനസ് ഓപ്പറേഷൻ ഇൻ ഓർഡർ ഓഫ് ഇറ്റ്സ് ഒക്യുറൻസസ്. ബിസിനസ്സിൽ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അത് നടക്കുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസിന്റെ കേസിൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും ഒരു ദിവസം. ആ ബിസിനസിന്റെ വോള്യത്തിനനുസരിച്ച്, ആ ബിസിനസിന്റെ വലുപ്പത്തിനനുസരിച്ച് അവിടെ ട്രാൻസാക്ഷൻസിന്റെ എണ്ണത്തിലും, ഒരു ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻസ് കുറവായിരിക്കും. മറിച്ച് ഒരു വലിയ ബിസിനസ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ there will be number of transaction in a single day. ആ ഓരോ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യപ്പെടണം. So bookkeeping is a mechanical task of recording transactions. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. കളക്ഷൻ ഓഫ് ബേസിക് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്താണ്? അവിടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ എങ്കിൽ അത് എന്ത് എന്നുള്ളത് നോക്കും. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇവന്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ വിത്ത് ഫൈനാൻഷ്യൽ ക്യാരക്ടേഴ്സ്. ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. If there is financial transaction, measurement of economic transaction in terms of money. അതിൽ പണപരമായിട്ടുള്ള ഏരിയ ഇവർ റെക്കോർഡ് ചെയ്യപ്പെടും. That is bookkeeping. So bookkeeping is an activity concerned with recording and classifying financial transactions of a business. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then നമ്മൾ അക്കൗണ്ടൻസിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിന് മുമ്പ് വി നീഡ് ടു ഗെറ്റ് അണ്ടർസ്റ്റാൻഡ് ദ വേരിയസ് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അക്കൗണ്ടിങ്സിൽ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന, മോസ്റ്റ് ഫ്രീക്വൻലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളുണ്ട്. ആ ടേംസുകൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഒരു പല പ്രാവശ്യങ്ങളായിട്ട് കേൾക്കാനുള്ള ടേംസ് ആണത്. ഈ ടേംസ് മനസ്സിലായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അക്കൗണ്ടൻസി മനസ്സിലാവുകയുള്ളൂ. സോ ദ ഫസ്റ്റ് ടേം ഈസ് entity. Entity means a reality that has a definite individual existence. നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പാണ് എൻ്റെ എൻറ്റിറ്റി. ഞാൻ എൻ്റെ ഷോപ്പിന് ഒരു പേരിട്ടു, ABC Enterprise. ആ ABC Enterprise എന്നുള്ളത് ഒരു എൻറ്റിറ്റിയാണ്, അതിനൊരു വ്യക്തിത്വമുണ്ട്. അതാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റി മീൻസ് the existence of the business. Existence of the business is termed as entity. നമ്മൾ പറയും ABC Jewelry,
Alucas Jewelry or Zenith Textiles. അങ്ങനെ പല പേരുകളിൽ നമ്മൾ പല പല ഷോപ്പുകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ എൻറ്റിറ്റീസ് ആണ്. റിലയൻസ് ലിമിറ്റഡ് ഇസ് ആൻ എൻറ്റിറ്റി. So entity is the individual existence of a business. And the next case, transaction. Transaction means the dealing of a businessman with an external party which can be expressed in monetary terms is called business transaction. The dealings of monetary terms or dealings in monetary terms with an external party. അപ്പോൾ ബിസിനസ് മറ്റൊരാളുമായിട്ട് ഒരു പണപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ, ഒരു ഡീലിങ്സ് നടത്തുകയാണ്. പർച്ചേസ് ആവാം, സെയിൽസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് അങ്ങോട്ട് കൊടുക്കും, ക്യാഷ് ഇങ്ങോട്ട് വാങ്ങുന്നു, എക്സ്പെൻസ് പേ ചെയ്യുന്നു, വാട്ട് എവർ. All economic events in a business organization is termed as transactions. And next, assets. Assets are the economic resources or material things or properties of the business, including the amounts due from others which can be expressed in monetary terms. So it's the value of the resources. ഒരു ബിസിനസ്സിലുള്ള എല്ലാ റിസോഴ്സുകളുമാണ്, അവർക്ക് സ്വന്തമായിട്ടുള്ള റിസോഴ്സുകളാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് ബിൽഡിംഗ് ഉണ്ട്, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട്, അവിടെ അവർക്ക് സ്റ്റോക്ക് ഉണ്ട്, അവർക്ക് വെഹിക്കിൾ ഉണ്ട്, അവരുടെ ഫർണിച്ചേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അവരുടെ ബാങ്കിൽ ക്യാഷ് ഉണ്ട്. ഇതൊക്കെ ആ ബിസിനസിന്റെ റിസോഴ്സസ് ആണ്, അവരുടെ അസറ്റ്സ് ആണ്. സോ എനി റിസോഴ്സസ് ഓൺഡ് ബൈ ദ എൻറ്റിറ്റി വിച്ച് ഹാവിങ് സം വാല്യൂ, അതിന് മോണിറ്ററി വാല്യൂ കണക്കാക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സ് ആ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ, അത് അവർക്ക് സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഒരു ബിസിനസ്സിലുള്ള ക്യാഷ് ആ ബിസിനസിന്റെ ഒരു അസറ്റ് ആണ്. അത് അവരുടെ സ്വന്തമായിട്ടുള്ളതല്ല, അവരുടെ അസറ്റ് ആണത്. അവരുടെ വാഹനം, ദെയർ ബിൽഡിങ്സ്, ദെയർ ഫർണിച്ചേഴ്സ്. ഇനി ആരെങ്കിലും ആ ബിസിനസ്സിന് ഒരാൾ ഒരു 10,000 rupees തരാനുണ്ട്, മണി ഡ്യൂ ഫ്രം അതേഴ്സ്, അതും ആ ബിസിനസിന്റെ അസറ്റ് ആണ്. കാരണം അയാൾ ക്യാഷ് തരാനുണ്ട്, മീൻസ് ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദിസ് കമ്പനി. ആ ക്യാഷ് ഈ ബിസിനസിന്റെ ആണ്, ബിസിനസിന്റെ ക്യാഷ് ഒരാൾ കൊണ്ടുപോയതാണ്, അത് തിരിച്ചു തരും. ദാറ്റ്സ് വൈ it is the assets of this entity. Okay, അപ്പൊ assets എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. Any resources owned by the entity is known as assets. Assetsൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് current assets and non-current assets. Current assets and non-current assets. Non-current assetsനെ നമ്മൾ ഫിക്സഡ് assets എന്നും പറയും. ഒരു അസസ് അതിന് 1 ഇയറിനുള്ളിൽ അതിനെ നമുക്ക് ക്യാഷ് ആക്കാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ കറന്റ് അസസ് എന്ന് പറയുക. അതുപോലെ ഒരു അസസിനെ ക്യാഷ് ആക്കാൻ 1 ഇയർ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് അത് നമുക്ക് ക്യാഷ് ആക്കാൻ പ്രയാസമുള്ള അസസിനെയാണ് നമ്മൾ നോൺ കറന്റ് അസസ് എന്ന് പറയുന്നത്. സോ കറന്റ് അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരാൾ ഒരു 10,000 rupees തരാനുണ്ട്, ഒരാൾ 10,000 rupees തരാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു ബൈക്കും ഉണ്ട്. എനിക്ക് ഇന്നൊരു ക്യാഷിന്റെ ആവശ്യം വന്നു, 10,000 rupeesന്റെ ആവശ്യം. അപ്പൊ എൻ്റെ അടുത്ത് കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ എൻ്റെ അടുത്ത് 2 ചോയ്സ് ആണുള്ളത്. ഒന്ന്, എനിക്ക് ഒരാൾ തരാനുണ്ടല്ലോ, അയാളുടെ അടുത്ത് നിന്ന് 10,000 പോയിട്ട് വാങ്ങാം. മറ്റൊരു ചോയ്സ്, എൻ്റെ ബൈക്ക് വിറ്റിട്ട് വാങ്ങാം. ഇതിൽ ഏതാണ് എനിക്ക് ഏറ്റവും ഈസി? അയാളുടെ അടുത്ത് നിന്ന് പോയിട്ട് ആ ക്യാഷ് വാങ്ങുന്നതല്ലേ, കാരണം അതാണ് ഈസിലി കൺവേർട്ടിബിൾ ആയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കറന്റ് അസറ്റ്സ് എന്ന് പറയും. അതുപോലെ കുറെ സമയം ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ നോൺ കറന്റ് അസറ്റ്സ് അതല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ ക്യാപിറ്റൽ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ക്യാപിറ്റൽ. വാട്ട് ഈസ് ക്യാപിറ്റൽ? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നമ്മൾ വേണ്ടി വന്ന എമൗണ്ട് എത്രയാണ്? 10 lakh rupees. ആ 10 lakh rupees ഓണേഴ്സ് ആയ നമ്മൾ നമ്മുടെ ബിസിനസ്സിലോട്ട് ഇട്ടു. സോ എനി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഓണർ ഫോർ യൂസ് ഇൻ ദിസ് ബിസിനസ് ഇസ് ടേംഡ് ആസ് ക്യാപിറ്റൽ. ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓണർ കൊണ്ടുവരുന്ന എനി ഇൻവെസ്റ്റ്മെന്റ്സ്, അത് ക്യാഷ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല.
ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 10 lakh rupees ആണ് നമ്മൾ ക്യാഷ് കൊണ്ടുവന്നിട്ട്, അത് അതിന്റെ ക്യാപിറ്റലാണ്. അതിന്റെ കൂടെ ഞാനൊരു വാഹനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ വാഹനത്തിന്റെ വിലയും എന്താണ്, ക്യാപിറ്റലിൽ ഇൻക്ലൂഡഡ് ആണ്. So any investment made by the owner for use in the business is known as capital. In other words, we can say that capital is the amount contributed by the owner for use in the business. ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ കൊണ്ടുവരുന്ന അമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ. അതിനെ നമ്മൾ എന്തും കൂടി പറയും, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. ക്യാപിറ്റൽ ഓൾസോ നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി. അത് ആ ഓണറുടെ അവകാശമാണ്, ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സിന്റെ ക്യാഷ് ആണല്ലോ. നെക്സ്റ്റ്, സെയിൽസ്. Sales represent the total revenue earned by the business through sale of goods or services to the customers. So ബിസിനസിന്റെ ഗുഡ്സ് ഓർ സർവീസസ് അത് കസ്റ്റമേഴ്സിന് വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ്, ആ റവന്യൂ, ആ ഇൻകം, അതിനെ പറയുന്ന പേരാണ് സെയിൽസ്. അപ്പോൾ എന്താണ് റവന്യൂ? റവന്യൂ മീൻസ് is the income or is the amount which earned through the operation of the business. ആ ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷനുള്ള ബിസിനസിന് കിട്ടുന്ന അമൗണ്ടിനെയാണ് അതിന്റെ റവന്യൂ എന്ന് പറയുന്നത്. അത് സെയിൽ ആയിട്ടാവാം, ഇൻട്രസ്റ്റ് ആയിട്ടാവാം, ഡിവിഡൻഡ് ആയിട്ടാവാം, റെന്റ് ആയിട്ടാവാം. എനി amount earned by this business through its operation is termed as revenue. The next term, expenses. Expenses is represent the amount spent to earn revenue. നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവുകൾ ഉണ്ടാവും. നമ്മൾ സെയിൽസ് നടത്താൻ നമ്മൾ സെയിൽസ്മാനെ നിർത്തിയിട്ടുണ്ടാവും, അയാൾക്ക് സാലറി കൊടുക്കണം, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം, നമ്മൾ റെന്റ് പേ ചെയ്യണം. സോ എനി amount spent to earn revenue is termed as expenses. Then expenditures. Spending money or incurring a liability for some benefit, service or property received is called expenditure. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങുന്നു, അതല്ലെങ്കിൽ വലിയ നമ്മളൊരു കാർ വാങ്ങുന്നു, ഒരു ബിൽഡിംഗ് വാങ്ങുന്നു, അതിനൊക്കെ നമ്മൾ മണി സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെൻഡിച്ചർ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. Then profit. Profit is the excess of revenue over expenses in an accounting year. ഒരു വർഷം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അവിടുത്തെ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ വരുമാനം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ പ്രോഫിറ്റ് ആണെന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ഗെയിൻ എന്നും പറയുന്നത്. Gain arises from events or transactions which are incidental to the business. സാധാരണഗതിയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ റുട്ടീൻ ആയിട്ടുള്ള സാധാരണ ഓപ്പറേഷൻ കൊണ്ട് കിട്ടുന്നതിനെയാണ്. പക്ഷെ ഗെയിൻ എന്ന് പറയുമ്പോൾ ഇൻസിഡന്റൽ ആക്ടിവിറ്റീസിലൂടെ, അതായത് ഇത് വല്ലപ്പോഴും നടക്കുന്ന ആക്ടിവിറ്റീസിലൂടെ ചിലപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. അതായത് അസറ്റ് വിൽക്കുന്നു, ഒരു വണ്ടി വിറ്റിട്ട് അവർക്ക് ലാഭം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും അസറ്റ് വിറ്റിട്ട് അവർക്ക് ലാഭം കിട്ടും, അതെല്ലാം നമ്മൾ ഗെയിൻ ആണെന്ന് പറയും. അതുപോലെ തന്നെയാണ് ലോസ്. പ്രോഫിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ലോസ്. പ്രോഫിറ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്, എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. അപ്പോൾ പ്രോഫിറ്റ്, ലോസ് എന്തായിരിക്കും, എക്സസ് ഓഫ് ലോസ് ഓവർ റവന്യൂ. അപ്പൊ ഈ പ്രോഫിറ്റ് എന്താക്കും, പ്രോഫിറ്റ് വിൽ ഇൻക്രീസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്തായിരുന്നു, അമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണർ. അപ്പൊ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, ഓണർക്കുള്ളതാണ്. ദാറ്റ് വൈസ് the profit will increase the capital. അതുപോലെ ലോസ്, പ്രോഫിറ്റ് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ് എന്തായിരിക്കും, will reduce the capital. Then goods. എന്താണ് goods? It refers to commodities, products, articles or things which a trader deals. Basically these are the things which are meant for sale. വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡർ, ഒരു ബിസിനസ്മാൻ അയാളുടെ ബിസിനസ്സിൽ വാങ്ങി വെച്ചിട്ടുള്ള കമ്മോഡിറ്റീസ്, പ്രോഡക്ട്സ്, ആർട്ടിക്കിൾസ്, മറ്റെന്തും വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തും അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള എനി അസറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്ന് പറയാ ഗുഡ്സ്. ഓക്കെ. Then drawings represent the amount of cash or other assets withdrawn by the owner for his personal use. ബിസിനസ്സിൽ ഇന്ന് ക്യാഷ്, ഓണർ സ്വന്തം ആവശ്യത്തിന് ക്യാഷ് എടുത്തു, സ്വന്തം ചികിത്സക്ക് ക്യാഷ് എടുത്തു, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് ക്യാഷ് എടുത്തു, അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക. അപ്പൊ ഡ്രോയിങ്സ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്തായിരുന്നു, ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓണർ ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അതുപോലെ ഓണർ സ്വന്തം ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും,
ഡ്രോയിങ്സ് എന്ന് പറയും. ദെൻ പർച്ചേസ്. എന്താണ് പർച്ചേസ്? ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ഇൻ ബിസിനസ്. നമ്മൾ പറഞ്ഞു ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലുള്ളതെല്ലാം ഗുഡ്സ് ആണെന്ന് പറഞ്ഞു. ആ ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുക, ആ ഗുഡ്സ് വാങ്ങുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പർച്ചേസ്. പർച്ചേസ് മീൻസ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ഇൻ ദ ബിസിനസ്. അതുകൊണ്ട് വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുക. അവിടെ അസറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫർണിച്ചർ വാങ്ങി, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വാങ്ങി, അതിനെ നമ്മൾ പർച്ചേസ് എന്ന് പറയില്ല. ബിക്കോസ് അത് ഉപയോഗിക്കാനാണ്. വിൽക്കാൻ വേണ്ടി വാങ്ങുമ്പോഴാണ് അതിനെ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സ്റ്റോക്ക്. സ്റ്റോക്ക് റെപ്രസെന്റ് ദ അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ. ഈ ഗുഡ്സിനെ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അവിടെ അൺസോൾഡ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിന്റെ അവസാനം അത് വിൽക്കാതെ അവിടെ ബാക്കി വന്ന ഗുഡ്സിനെയാണ് നമ്മൾ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനെ നമ്മൾ ഇൻവെന്ററി എന്നും പറയും. Then debtors or accounts receivable. A debtor is a person who owes money to the business as he has received some benefit from the business. Who owes money to the business. അയാൾ ബിസിനസ്സിലോട്ട് ക്യാഷ് തരാനുണ്ട്, അയാൾ ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് അയാൾ ബിസിനസ്സിന്റെ ഒരു ബെനിഫിറ്റ് അയാൾ എൻജോയ് ചെയ്യുന്നു. അയാൾ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് വാങ്ങി പോയിട്ടുണ്ട്, അയാൾ ക്യാഷ് തന്നിട്ടില്ല എങ്കിൽ അയാളെ നമ്മൾ എന്ത് പറയും? ഡെറ്റർ. ബിക്കോസ് ഈ ഓവ്സ് മണി ടു ദ ബിസിനസ്. അയാൾ ബിസിനസ്സുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. ബിസിനസ്സിൽ നിന്ന് അയാൾ 10,000 റുപ്പീസിന്റെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്, അയാൾ ക്യാഷ് തന്നിട്ടില്ല. ദെൻ ബിസിനസ്സിന് അയാൾ ആരാണ്? ഡെറ്റർ. ബിസിനസ് അയാളെ പറയും നിങ്ങൾ എൻ്റെ ഡെറ്റർ ആണ്. At the same time, creditor or account payable. A creditor is a person to whom the business owes money. ബിസിനസ് അയാളോട് കടപ്പെട്ടിട്ടുണ്ട്. ബിസിനസ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഒരു 20,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്യാഷ് അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു മിസ്റ്റർ എ എന്നുള്ള ഒരാളെടുത്തു നിന്നാണ് ബിസിനസ് ഗുഡ്സ് 20,000 രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എ ബിസിനസിന്റെ ആരാണ്? ക്രെഡിറ്റർ. അയാൾ നമ്മുടെ ക്രെഡിറ്റർ ആണ്. കാരണം നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്തിട്ടില്ല. നമ്മളുടെ ബാധ്യതയാണ്, നമ്മൾ അത് കൊടുക്കാനുണ്ട്. സോ അതാണ് ക്രെഡിറ്റേഴ്സ്. Then next important item, liability. Liability is an obligation of financial nature to be settled at a future date. It represents the amount of money that the business owes to the other parties. ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അമൗണ്ടിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. Is an obligation to be performed in future. നമ്മൾ പിന്നീട് അത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ഇസ് എ കൈൻഡ് ഓഫ് ലയബിലിറ്റി. കാരണം അത് പിന്നീട് ബിസിനസ് കൊടുത്തു വീട്ടേണ്ടി വരും. ഓക്കെ. സോ ക്രെഡിറ്റർ ഇസ് എ ലയബിലിറ്റി. നേരെ മറിച്ച് ഡെറ്ററോ അയാൾ നമ്മൾ ഇങ്ങോട്ട് ക്യാഷ് തരാനുണ്ട്, അത് നമ്മുടെ അസറ്റ് ആണ്. So liabilities and assets both are opposite terms. Liabilities and assets. But one of the crucial things in accounting, liabilities. ഈ liabilities and assets അതിൽ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കഷൻ ഉണ്ടാവും. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം അക്കൗണ്ടിങ് എന്താണ് പറഞ്ഞു. അക്കൗണ്ടിങ് ഇസ് എ സിസ്റ്റമാറ്റിക് process of recording, classifying, summarizing the financial transactions and communicating the result to the interested parties. നമ്മളിങ്ങനെ ബിസിനസ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ന് പറഞ്ഞു ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു ഏരിയ എന്താണ്? ടേംസ് ഇൻ അക്കൗണ്ടിങ്. ഡിഫറെൻറ്റ് ടേംസ് ഇൻ അക്കൗണ്ടിങ് ഓർ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ആ ടേംസുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അക്കൗണ്ടിങ് പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത പാർട്ട് 2 ഇതിൻ്റെ ലേറ്റർ തിങ്സ് വിൽ ബി ഡിസ്കസ്ഡ്. ഓക്കെ, താങ്ക് യു, ബൈ.